അട്ടപ്പാടിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങിയെന്ന വാർത്ത കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് സമീപമാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. 2 കുട്ടിയാനകൾ ഉൾപ്പെടെ 7ഓളം കാട്ടാനകളാണ് പ്രദേശത്തെത്തിയത്. പുലർച്ചെ 2 മണിയോടെ എത്തിയ കാട്ടാനക്കൂട്ടത്തെ നാട്ടുകാർ പടക്കം പൊട്ടിച്ച് കാടുകയറ്റി. ഇക്ബാൽ അറക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, കാട്ടാനക്കൂട്ടം ഇപ്പോൾ പൂർണ്ണമായും കാടുകയറിയോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ മണ്ണാർക്കാട് ചിന്നത്തടകം അന്തർ സംസ്ഥാന പാതയ്ക്ക് സമീപം വരെ ഈ കാട്ടാനക്കൂട്ടം എത്തിയത്. ഈ സംസ്ഥാന പാത മുറിച്ചു കടന്ന് ശിരുവാണിപ്പുഴയിൽ പോയി വെള്ളം കുടിച്ച ശേഷം ഈ കാട്ടാനകൾ നായ്ക്കർപാടി എന്ന് പറയുന്ന ജനവാസ മേഖലയിലേക്ക് എത്തുകയായിരുന്നു. ധാരാളം വീടുകളും കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയും രാജീവ് ഗാന്ധി മെമ്മോറിയൽ കോളേജും എല്ലാം സ്ഥിതി ചെയ്യുന്ന മേഖലയിലാണ് ഈ കാട്ടാനക്കൂട്ടം എത്തിയത്. 2 കുട്ടി ആനകൾ ഉൾപ്പെടെ 7ഓളം കാട്ടാനകൾ എത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്ന് പുലർച്ചെ 6:30 വരെ ഈ കാട്ടാനക്കൂട്ടം പ്രദേശത്ത് തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ എത്തി ബഹളം വെച്ചും പടക്കം പൊട്ടിച്ചുമാണ് ഇപ്പോൾ താത്കാലികമായെങ്കിലും ഈ കാട്ടാനക്കൂട്ടത്തെ കാട് കയറ്റാൻ സാധിച്ചിട്ടുള്ളത്. ഇതുവരെയും വനംവകുപ്പിന് ഈ പ്രദേശത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും പുലർച്ചെ 2 മണിയോടുകൂടി ഈ നായ്ക്കർപാടിയിലേക്ക് എത്തിയിട്ടുള്ള കാട്ടാനക്കൂട്ടം നിലവിൽ 6:30 മണിയോടുകൂടി കാട് കയറിയിട്ടുണ്ട്. നാട്ടുകാർ ബഹളം വെച്ചാണ് ആനയെ കാട് കയറ്റിയിരിക്കുന്നത്. ഇനി ആന തിരികെ വരുമോ എന്നൊരു ഭീതിയിലാണ് ജനങ്ങൾ മുഴുവൻ ഉള്ളത്. കാരണം കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയും അതുപോലെ തന്നെ കോളേജും എല്ലാം ഉൾപ്പെടെ ഉള്ള സ്ഥലമാണ് ഈ കോട്ടത്തറ, അതല്ലെങ്കിൽ നായ്ക്കർപാടി എന്ന് പറയുന്ന മേഖല. അവിടേക്ക് ആനകൾ ഇനി പകൽ സമയത്തും എത്തുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുമോ എന്ന എന്നാണ് ഇക്ബാൽ ആണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ഇക്ബാൽ.